2 രാത്രി താമസിക്കാൻ 11,500 രൂപ ചാർജസ് വന്ന സാംബിയയിലെ ഗസ്റ്റ് ഹൗസിൻ്റെ റൂം ടൂറാണ് ഈ എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. സാംബിയയിലെ വിക്ടോറിയ ഫോൾസിനരികെ സ്ഥിതി ചെയ്യുന്ന ലിവിങ്സ്റ്റൺ ടൗണിലെ തബോനിന എന്ന് പറഞ്ഞുള്ള ഗസ്റ്റ് ഹൗസിലാണ് അക്കോമഡേഷൻ ഞാൻ ബുക്ക് ചെയ്തത്. Booking.com വഴിയാണ് ഈ അക്കോമഡേഷൻ ഞാൻ ബുക്ക് ചെയ്തത്. 2 ദിവസത്തേക്ക് എനിക്ക് ചാർജ് വന്നത് $120 അതായത് ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 11,500 രൂപ. ഈ പ്രൈസിൽ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ലിവിങ്സ്റ്റൺ ടൗണിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് ഈ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ വിക്ടോറിയ ഫോൾസ് സാംബിയ സൈഡ് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എവിടെയാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്യേണ്ടത് എന്നറിയാത്തവരുണ്ടെങ്കിൽ അവർക്കാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നിങ്ങൾ ലിവിങ്സ്റ്റൺ എന്ന ടൗണിലാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് തരം അക്കോമഡേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബുക്ക് ചെയ്യാം. അതിപ്പോൾ എക്സ്പെൻസീവ് ലോഡ്ജുകളുണ്ട്, മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അക്കോമഡേഷനുകളും ഉണ്ട് ഇവിടെ. ഇനി ബാക്ക് പാക്കേഴ്സ് ടൈപ്പ് അക്കോമഡേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്തരം ലോഡ്ജുകളും ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണാം. ഒരു ബെഡ്റൂം അഥവാ മെയിൻ റൂം, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ടേബിളും ഇങ്ങനെ ചെയേഴ്സൊക്കെ ഉണ്ട്. ടേബിൾമേ ടീ കോഫി ഒക്കെ ഉണ്ടാക്കാനുള്ള കെറ്റിലും അതുപോലെ കപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഉണക്കാനിടാനുള്ള ചെറിയ ടേബിളും അതുപോലെ ഒരു ചെറിയ ഷെൽഫും ഉണ്ട് ഈ റൂമിൽ. അതുമാത്രമല്ല പിന്നെ ടി വി ഉണ്ട്. ടി വി വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ്. ഇതാ ഈ കാണുന്നതാണ് ബാത്റൂം. കുളിക്കാനായിട്ട് ഷവറാണ് ഉള്ളത്, ബാത്ത് ടബില്ല. നമുക്കപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ലാപ്പ കാണാം. ലാപ്പ എന്ന് പറയുന്നത് ഇങ്ങനെ താച്ച്ഡ് മേഞ്ഞിട്ടുള്ള റൂഫുള്ള ഒരു ഔട്ട്ഡോർ ഷെൽട്ടറാണ്. സദേൺ ആഫ്രിക്കയിൽ ഇതിനെ ലാപ്പ എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കളിക്കാനായിട്ടുള്ള പൂൾ ടേബിളൊക്കെ ഉണ്ട്. ഈ ചെയർ ശ്രദ്ധിച്ചോ നിങ്ങൾ? ബിയറിൻ്റെ ലിഡ് അഥവാ മൂടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെയറാണിത്. ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടേബിൾസും ചെയേഴ്സൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അക്കോമഡേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്.
എഗ്ഗ്, ബ്രെഡ് ടോസ്റ്റ്, പഴം, ജ്യൂസ്, ടീ ഓർ കോഫി, കൂടാതെ കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ബ്രാൻ ഫ്ലേക്സ്, അങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. എന്നാൽ ഞാനിനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇതിനുശേഷം വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്യാൻ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. റിസപ്ഷനിലെ ലേഡിയോട് ക്യാബ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം ഇനി വിക്ടോറിയ ഫോൾസ് കാണാൻ പോകാനായിട്ട്. ഈ കാണുന്നത് മഴയല്ല, വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പ്രേ ആണ്. വിക്ടോറിയ ഫോൾസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആഫ്രിക്കയുടെ ട്രാവൽ വീഡിയോസും ടിപ്സും കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.